മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മകൾക്ക് വിവാഹപ്രായമായപ്പോൾ തെരഞ്ഞെടുത്തത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മാതൃകാപരമായ ദാമ്പത്യം ആരെയും കരയിപ്പിക്കും ഫാത്തിമ ബീവിയുടെ അവസാന സമയങ്ങൾ. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തിക്കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ കുബ്ബൂസും ഉണ്ടാക്കുന്നു. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട പാവം നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്നെന്ത് പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖിയാമത്ത് നാളാവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റത് പോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയണേ? നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എൻ്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ കാണാൻ, പൂതി പെരുത്തൊന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും. ആകാശം കറുത്തു, ഭൂമി പിടിച്ചു. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടു പോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് നല്ല 2 മക്കളെ സമ്മാനിച്ച കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ. അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിൻ്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കളെ വിളിച്ച് 2 പേരെയും മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചു കൊണ്ടിരുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് 2 പേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പരിചാരികയോടെ, ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത്, ഞാൻ ദിക്ർ സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടന്നു. സമയമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകം പിടിയുന്നു. അല്ലാഹു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ മയ്യത്ത് പരിപാലനം നടന്നു. ജീവിതകാലത്ത് അന്യപുരുഷന്മാരാരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. അല്ലാഹു ഫാത്തിമ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.